ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു തൊഴിൽ മേഖലയിൽ ഒരു ജെൻഡർ പ്രിഫറൻസ് ഉണ്ടോ? ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു തെറ്റായ ധാരണയാണ്. അത് വരാണ്ടായ കാരണം ഇന്നെല്ലാം ഗൂഗിളിനോടാണ് നമ്മളെല്ലാം ചോദിക്കുന്നത്. ഇന്ന് ഗൂഗിളിൽ ലോജിസ്റ്റിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കുറച്ച് ആൾക്കാരെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു. സോ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും ബോയ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ബാക്ക് ഓഫീസ് ഞങ്ങളുടെ കൊച്ചി ബാക്ക് ഓഫീസിൽ വരുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സ്റ്റാഫ് പോലും വെയർ ഹൗസിൽ വർക്ക് ചെയ്യുന്നില്ല. 60% ഞങ്ങൾക്ക് അവിടെ ഉള്ളത് സ്ത്രീകളാണ്. ഇന്ന് സ്ത്രീകളാണ് ഏറ്റവും നന്നായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പുതിയ റിക്വയർമെന്റ് വരുമ്പോൾ നമ്മളും കൂടുതൽ നമ്മുടെ HR സൈഡിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കൂടുതൽ സ്ത്രീകളെ എടുക്കണം എന്നുള്ളതാണ്. കാരണം അവർക്കാണ് സിസ്റ്റത്തിന് മുന്നിൽ കൂടുതലായിട്ട് ഇരിക്കാൻ കഴിയുന്നതും ഒരു അച്ചടക്കത്തോടു കൂടി വർക്ക് ചെയ്യാൻ കഴിയുന്നതും. സോ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഒരുപാട് മുന്നേറാൻ കഴിയുന്ന ഒരു മേഖലയാണിത്. വളരെ തെറ്റായ ധാരണയാണ് സ്ത്രീകൾക്ക് ഇതിൽ എക്സൽ ചെയ്യാൻ കഴിയില്ല, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഇന്ന് എല്ലാം നടക്കുന്നത് ഓൺലൈനിലാണ്. ഇന്ന് ഈവൻ നമ്മുടെ ഇന്ത്യയിൽ വരെ എല്ലാ സിസ്റ്റവും ഇന്ന് ഓൺലൈനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്ന ഒരു ഫീൽഡും കൂടിയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇതിൽ ഓപ്പർച്യൂണിറ്റി കുറവാണെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഇനി അങ്ങോട്ടേക്ക് അത് വരും ചെയ്യില്ല, തീർച്ചയായിട്ടും ഇല്ല.